രാധികയുടെ ശബ്ദം മനോഹരമാണ്. ആ ശബ്ദത്തില് ഒരു പാട്ട് കൂടി റെക്കോർഡ് ചെയ്യപ്പെടണം. ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് അല്ലേ CI സാർ? കൊല്ലാൻ വന്ന താനിപ്പോ അവളുടെ ആരാധകനായി മാറിയോ? ആ എങ്കിലൊരു കാര്യം ചെയ്യും, ഈ പണി ഉപേക്ഷിച്ചിട്ട് അവളുടെ മാനേജർ ആവാൻ നോക്ക്. ഇനിയുള്ള കാലം ജീവിതത്തിന് ഒരു തിരുത്തൂടി ആവട്ടെ. ഗൗതമിന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വെറുതെ ഒന്ന് പ്രകോപിപ്പിച്ചു നോക്കിയാ ഞാൻ എന്റെ പ്രവൃത്തിയിൽ വേഗത കൂട്ടുന്നു കരുതിയുള്ള ഈ പ്രകടനം. ഗൗതം ഭയങ്കര ബോറാണത്, മനസ്സിലായില്ലേ? ദേ, എനിക്ക് സംഗീതം ഇഷ്ടാ, പാടുന്നവരെ ഇഷ്ടാ. മിസ്റ്റർ ബെഞ്ചമിൻ, തന്റെ മനസ്സിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ടല്ലോ. ആ യെസ് സർ. രാധിക പാടട്ടെ, അതിമനോഹരമായി തന്നെ പാടട്ടെ. അതേ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് അവളെ അങ്ങ് അവസാനിപ്പിക്കാനാ എന്റെ തീരുമാനം. അത് റിസ്ക് അല്ലേ? അത്രയും കോമ്പാക്ട് ആയ ഒരു സ്ഥലത്ത് വെച്ച് ഇത്തരം ഓപ്പറേഷൻ നടത്തുന്നേക്കാൾ നല്ലത് മറ്റേതെങ്കിലും സ്ഥലത്തായാലോ, റോഡോ വീടോ കോമൺ പ്ലേസ് ആയി മറ്റെവിടെയെങ്കിലും. സാറേ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇപ്പോഴത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഒക്കെ ഫുള്ളി ക്യാമറ കവേർഡാണ്. യെസ്, എനിക്കതറിയാം. എതിരാളി ശക്തനായ സ്ഥലത്ത് വെച്ച് അയാളെ തീർക്കുന്നതാണ് ത്രില്ല്. അല്ലാതെ ഏകനായി നടക്കുന്നതിനെ തല്ലിക്കൊല്ലുന്നതില് എന്താ സുഖം? നിങ്ങള് സംശയിക്കണ്ട, പാട്ട് പാടുന്ന അതേ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ ഞാൻ രാധികയുടെ അവസാനത്തെ ശബ്ദവും കേൾക്കും. അവള് പാടുന്നത് ഞാൻ കേൾക്കും. ആ സംഗീതം ആസ്വദിച്ച് തീരുമ്പോ അവളുടെ ജീവൻ ഞാൻ ഇങ്ങെടുക്കും. ഈ വേട്ടക്കാരനെ സംബന്ധിച്ച് ഇരയുടെ കരച്ചിലിനേക്കാള് വലിയ സംഗീതം വേറെ ഇല്ല. ഞാനതങ്ങ് ആസ്വദിക്കാൻ തീരുമാനിച്ചു. എന്തേ? മിസ്റ്റർ ഗൗതം, ഒരുപക്ഷെ എന്റെ കാര്യശേഷിയില് നിങ്ങൾക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഞാനതിൽ തെറ്റ് പറയുന്നില്ല. നമ്മള് തമ്മിലുള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ചാലൊന്ന് വരെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതിലും എനിക്ക് വിരോധമില്ല. പക്ഷേ നിങ്ങളോട് പറഞ്ഞ വാക്കിന്റെ പേരിലായാലും ശരി, അല്ലെങ്കിലും ശരി, രാധികയുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും. കാരണം ഞാൻ നിശ്ചയിച്ച മരണത്തിൽ നിന്നും എന്നെ വെല്ലുവിളിച്ച് മാറിയവളാണവൾ. സോ ആ ജീവൻ എനിക്ക് എടുത്തേ പറ്റൂ. കോസ്റ്റ്. പ്രിയങ്കേ, രാധിയെ ദ്രോഹിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോഴൊക്കെ നിന്റെ ബുദ്ധി ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണം കേട്ടോ. അതെ, എന്തായാലും പ്രിയമോളുടെ ഐഡിയ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇനി ഇത് നടത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്റെ മുത്തശ്ശി, തൽക്കാലം നമ്മുടെ മുന്നിൽ വേറൊരു വഴിയില്ല. അതുകൊണ്ട് പ്രിയങ്ക പറഞ്ഞ ഈ ബുദ്ധി നമ്മൾ ഒരുമിച്ച് നടപ്പിലാക്കുന്നു. കൊച്ചു കള്ളി, ഈ അവസ്ഥയിലും എന്റെ പ്രതികാരത്തിന് ഒരു കുറവുമില്ല. നിന്നെ ആ മോളെ ഞങ്ങൾക്ക് വേണ്ടത്. വാ ചെറിയമേ. ശരി മുത്തശ്ശി. അവൾ പാടില്ല മുത്തശ്ശി, അവൾ ഒരു കാരണവശാലും പാടില്ല. അവള് സ്റ്റുഡിയോയിൽ പോയി അല്ലടി പാടേണ്ടത്. അവള് പാടേണ്ടതേ തെരുവിൽ കിടന്ന് വയറ്റ് തടിച്ച. ഇവിടുന്ന് ആറ്റുവാശ്ശേരിന്ന് ഇറക്കി വിട്ട അവളുടെ പാട്ട് അവൾക്ക് ഉപകരിക്കും. മാഡം, ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ മോളെ? നാളെ ഞാൻ പാടാൻ പോകുമ്പോ മാഡം എന്റെ കൂടെ വരുമോ?
അതെന്തിനാ? വരുൺ കൂടെ ഉണ്ടാവില്ലേ? വരുൺ ഉണ്ടാവും. എന്നാലും എനിക്കൊരു ധൈര്യത്തിന് മാഡം കൂടി വേണം. കുറെ നാളുകൾക്ക് ശേഷമല്ല ഞാൻ പാടുന്നത്, അതും വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ. ശരി, ഞാൻ വരാം. ഇനി അതുകൊണ്ട് പാട്ട് നന്നാവാതൊന്നും ഇരിക്കണ്ട. എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിനു? മോളെപ്പോഴും ചെയ്യുന്ന കാര്യല്ലേ. കണ്ണടച്ചു നിന്ന് മനസ്സിൽ കണ്ണനെ പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് പാടിയാ മതി. ആ പിന്നെ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് സ്വരങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഏതെങ്കിലും ഒരു കീർത്തനം പൂജാമുറിയിൽ നിന്ന് ആലപിച്ചു നോക്കണം. രാവിലെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം മാത്രം കുടിച്ചാൽ മതി. ആ പിന്നെ സ്റ്റുഡിയോയിൽ ചെല്ലുന്ന സമയം മുതൽ ഇരട്ടി മധുരം വായിലിട്ടേക്കണം. അതെന്റെ ബാഗിലുണ്ട്. ആ പിന്നെന്താ, ആ പാട്ട് പാടുമ്പോ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് ആ എഴുതിയിരിക്കുന്ന വരികള് ഒരു പ്രാർത്ഥനയായിട്ട് കണ്ടാൽ മതി. ഭഗവാനോടുള്ള പ്രാർത്ഥന. അപ്പൊ നന്നായിട്ട് പാടാൻ പറ്റും. ഇതാരാ എന്നോട് സംസാരിക്കുന്ന? ഈ വലിയ പാട്ടുകാർ ഉപദേശിക്കുന്ന പോലെ ഉണ്ടല്ലോ.